നമ്മൾ കാണുന്നത് അട്ടമലയിൽ ഒരു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. സുജയ അടക്കമുള്ളവർ അട്ടമലയുടെ ഒരു ഭാഗത്തുണ്ട്. ആ ദൃശ്യങ്ങളും കൂടുതൽ വാർത്തകളും സുജയ. അതായത് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളടക്കം, പാടികളെന്ന് അവർ വിളിക്കുന്ന ലയങ്ങളടക്കമാണ് ഈ പുഴയുടെ ഓരത്തുണ്ടായിരുന്നതെല്ലാം ഇല്ലാതായത്. മുകളിലുള്ള ഭാഗത്തു നിന്ന് ഒലിച്ചിറങ്ങിപ്പോയത് 50-ലധികം വീടുകളാണ്. അതിൻ്റെ കൃത്യമായ കണക്ക് എത്രയാണ് എന്നുള്ളത് ജില്ലാ അധികൃതർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കപ്പം ശശിധരേട്ടനുണ്ട്. ശശിധരേട്ട, ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏകദേശ സ്ഥലം, ഈ മുണ്ടക്കൈ ആയാലും അതിന് മുകളിലുള്ള ഭാഗമായാലും അവിടെയുള്ള വീടുകൾ മിക്കതും പോയി എന്നതാണോ ഇപ്പോൾ നമുക്ക് അവിടെ ഇന്ന് നോക്കുമ്പോൾ കാണുന്നത്? പുഞ്ചിരി മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഏകദേശം 50-ലധികം വീട് പൂർണ്ണമായും മണ്ണിൻ്റെ അടിയിലാണ്. എത്ര പേര് മിസ്സിംഗ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പുഞ്ചിരിമട്ടം തൊട്ട് താഴെയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ അവിടെ പാടികളെല്ലാം നിന്ന പ്രദേശത്തിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തോട്ടം തൊഴിലാളികളുടെ പാടികളായിരുന്നു. ആ പാടികൾ 3 എണ്ണമാണ് പൂർണ്ണമായും മണ്ണിൻ്റെ ഇടയിലായത്. ഇന്ന് തന്നെ ഈ പ്രദേശത്ത് നിന്ന് 6ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൃതദേഹം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഭൂരിപക്ഷവും ബംഗാളിൽ നിന്നും മറ്റും വന്ന തൊഴിലാളികളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈന്യവും മറ്റു കാര്യങ്ങളുമെല്ലാം അവർക്കാവശ്യമായ ഭക്ഷണപ്പൊതികളൊക്കെ ആയിട്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെ വന്ന് ഇപ്പോൾ വിതരണം ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കൃത്യമായി മിസ്സിംഗ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എത്ര പേരാണ് മിസ്സിംഗ്, ആ കണക്കാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ട് ശേഖരിച്ച് കണക്കാക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, ഈ പ്രദേശത്തേക്ക് മനുഷ്യർക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട്. താൽക്കാലിക പാലം മിലിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പൂർണ്ണ പാലം ഇപ്പോൾ അടുത്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. താമസിയാതെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അതിലൂടെ JCB, ഇറ്റാച്ച് പോലെയുള്ള യന്ത്രസാമഗ്രികൾ കടന്നു വരുമല്ലോ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. അത് വന്നാലേ പൂർണ്ണമായി. മണ്ണിനടിയിൽ ഒരുപാട് മനുഷ്യർ കിടപ്പുണ്ട്. കാരണം പലരുടെയും ശരീരഭാഗങ്ങളൊക്കെയാണ് താഴെ നിന്നൊക്കെ കിട്ടിയത്. നമ്മൾ ആ അപകടമുണ്ടായ ആ താഴെ ഭാഗത്ത് പോയി നോക്കി. അവിടെ ഈ വീടുകളിൽ നിന്നൊക്കെ ഒഴുകി വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. മനുഷ്യരും ഒരുപക്ഷെ ഈ മണ്ണ് കനത്തിലാണ് കിടക്കുന്നത്. ചവിട്ടുമ്പോൾ കാല് താഴ്ന്നു പോവുകയാണ്. ഏറെ വേദനാജനകം എന്ന് പറഞ്ഞൊരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരുടെയും മൃതദേഹങ്ങളുടെ പകുതി ഭാഗം, കാൽഭാഗം, കൈ, കാല് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആരതാണെന്ന് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ടേ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആരതാണെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. ഭയങ്കരമായ, വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദനാജനകമായ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്ത പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്നിപ്പോൾ 11:30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം, ഇവിടുത്തെ മന്ത്രിമാരെല്ലാം, വയനാട്ടിൽ ഉള്ള മന്ത്രിമാരെല്ലാം ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത് മറ്റു കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. നാളെ മുഖ്യമന്ത്രി തന്നെ വരുന്നുണ്ട്. നമുക്ക്